നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാ ദിവസവും രാവിലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ നെറ്റ് ഇല്ലാത്തതുകൊണ്ട് രാവിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് അനഘ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുവരാണ് നേഴ്സുമാര്. അങ്ങനെ കൊണ്ടു കഴിഞ്ഞപ്പോ ഡോക്ടർ അനഘയോട് പറഞ്ഞു, ഇപ്പൊ നല്ല മാറ്റമുണ്ട്, ഇനി അധികം വൈകാതെ സംസാരിക്കുകയും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അനഘയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ടായി. പിന്നെ അനഘയുടെ മോളുണ്ടല്ലോ, ഒരു മാലാഹക്കുട്ടി, അവള് ഞങ്ങൾക്കെല്ലാം ഒത്തിരി അധികം പ്രിയപ്പെട്ടാണ്. നേരത്തെ അവളോട് വരണ സമയത്ത് എന്റെ അമ്മ എപ്പോഴാണ് നടക്കണേന്നായിരുന്നു ചോദിക്കുന്നേ. പക്ഷെ ഇപ്പോഴവളുടെ ചിന്ത അതല്ല, തന്റെ അമ്മ എപ്പോഴും സംസാരിക്കുന്ന ചോദിക്കുന്നേ. അതുകൊണ്ട് പെട്ടെന്ന് സംസാരിക്കുകയും ചെയ്യണം. ഇനിയിപ്പം അനേക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാം. വേറെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അസുഖങ്ങളൊക്കെ നന്നായിട്ട് ഭേദമായി. ഇവിടെ കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അനഘ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അനഘയെ സന്തോഷത്തോടെ ചേർത്ത് പിടിച്ച് ഓമന ചേച്ചി മുറിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ചന്തുമോൾ ഇരിക്കുന്നുണ്ടായിരുന്നു ബെഡില്. അങ്ങനെ അനഘയെ കിടത്തി ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നേഴ്സ് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് വരുവാണ്. അപ്പൊ അതിനു മുമ്പ് തന്നെ വേറെ നേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ചന്തമോളോട് ചോദിച്ചു, അല്ല മോൾക്ക് സ്കൂളിലൊക്കെ പോണ്ടേ? വേണ്ട. അതെന്താ വേണ്ടാത്തെ? പഠിക്കണ്ടേ? എപ്പോഴും ഇവിടെ തന്നെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഞാൻ പഠിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് ഇവിടെ ഇരുന്ന് പഠിക്കുന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെയാണ് അവരങ്ങോട്ട് തിരിച്ചു പോന്നെ. പക്ഷെ അതിനുശേഷമാണ് ഈ നേഴ്സ് വരുന്നേ. അങ്ങനെ അവര് വന്ന് മരുന്നൊക്കെ നിറച്ച് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഒരുങ്ങുമ്പത്തേനും ആണെങ്കിൽ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ആ സമയം ചന്തമോള് പെട്ടെന്ന് മോൻ തിരിച്ചു. ചന്തമോളുടെ മോൻ തിരികെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേ നേഴ്സ് ചോദിച്ചു, എന്ത് പറ്റി? അതെ, ഇവൾക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്ന കാണുമ്പോ ഭയങ്കര പേടിയാന്നു ഓമന പറഞ്ഞു. ആണോ? എങ്കിൽ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും ആദർശ് പെട്ടെന്ന് ഡോറും തള്ളി തുറന്ന് അകത്തേക്ക് വന്നിട്ട് ഒരൊറ്റ തട്ടായിരുന്നു ആ ഇഞ്ചക്ഷൻ ഇട്ട്. ഞെട്ടിപ്പോയി അവര്. ആ സമയത്ത് ആ നേഴ്സ് ചോദിച്ചു, നിങ്ങൾ എന്ത് പരിപാടിയെ കാണിക്കണമെന്ന് ചോദിച്ചു. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേന്ന് ചോദിച്ചു. ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞോണ്ട് ആദർശ് പോയി ആ ഇഞ്ചക്ഷൻ എടുത്തു. ഇതിനകത്ത് വിഷമല്ലായിരുന്നോ? ഇതെല്ലാം നിങ്ങള് അനേക്ക് കുത്തിവെക്കാൻ ശ്രമിച്ചേ. വെറുതെ അനാവശ്യം പറയരുത് സാറേ, ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല. ഞാൻ അനാവശ്യം പറഞ്ഞല്ലേ? എങ്കിലൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ദേഹത്തേക്ക് ഞാൻ ഇഞ്ചക്ട് ചെയ്യട്ടെ. അതിന് എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. അസുഖമൊന്നുമില്ല, പക്ഷെ ഇത് കുത്തിവെച്ച് കഴിയുമ്പോ അസുഖം ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഇത് സാറേ അനാവശ്യം പറയരുത്, കുറെ വർഷങ്ങളായി ഞാനിവിടെ ജോലി ചെയ്യുന്നേ. അതെനിക്ക് മനസ്സിലായി. അത്രയും വർഷമായിട്ട് ജോലി ചെയ്തിട്ടും കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞപ്പോ നിങ്ങൾ കാലുവാരിയല്ലേന്ന് ചോദിച്ചു. അയ്യോ സാറേ, അത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സാറിങ്ങനെ വെറുതെ അനാവശ്യം പറയരുത്, മര്യാദയ്ക്കും കൂടെ കാണിച്ചു തരാന്നും പറഞ്ഞിട്ട് ഇഞ്ചക്ഷനും എടുത്ത് അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആനയ്ക്കൊക്കെ വല്ലാതായിപ്പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു വിഷമം. മരണത്തിൽ നിന്ന് തൽക്കാലം ഒന്ന് രക്ഷപ്പെട്ടെന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. അനഘ കരയണ സമയത്ത് ചന്തുമോളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ചന്തുമോൾക്കും ഭയങ്കര ടെൻഷനായിപ്പോയി. ആദർശ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുവാണ് ആ നേഴ്സിനെയും കൂട്ടിക്കൊണ്ട്. പിന്നെ ഡോക്ടറോട് പറഞ്ഞു, നിങ്ങൾ അനഘയെ നല്ല രീതിയിൽ തന്നെയാണ് പരിചരിക്കുന്നത്, പക്ഷെ ഇതുപോലെ ഇടയ്ക്ക് ചില ക്രിമിനലുകളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ ആദർശ് സാറേ, എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു. ഈ മരുന്ന് കണ്ടോ, ഈ നേഴ്സ് അത് അനഘയ്ക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുമായിരുന്നു. ഇത് പോയിസൺ ആണ്, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കി അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അതാ ഡോക്ടറുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. ഡോക്ടർ ചോദിച്ചു, സത്യമാണ് ആദർശെ പറഞ്ഞേ, ഞാൻ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ അനഘയുടെ ജീവൻ ഇപ്പൊ അപകടത്തിലായെന്ന് പറഞ്ഞു. എനിക്ക് ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അനഘയുടെ ജീവൻ അപകടത്തിലാന്നുള്ള. അതിന്റെ അടിസ്ഥാനത്തില് ഞാൻ ഇവിടെയുള്ള നേഴ്സുമാരുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. അവരുടെ ഫോൺ കോൾസ് ഒക്കെ ചോർത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞേ. ഈ നേഴ്സ് ചില ക്രിമിനലുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ അനഘയെ കൊല്ലാനായിട്ട് തയ്യാറെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് അറിഞ്ഞ ഉടനെ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നെ. അപ്പോഴേക്കും നേഴ്സിംഗ് സൂപ്രണ്ട് അവളുടെ അടുത്തേക്ക് എന്നിട്ടിച്ചു. ശരിയാണോടി പറഞ്ഞെന്ന് ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും അവളുടെ കറത്തിട്ട് ഒറ്റ അടിയായിരുന്നു. വാടി ഇങ്ങോട്ട്, നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. ആ സമയം ഡോക്ടർ ആദർശനോട് പറഞ്ഞു, ആദർശായി ഇനിയിപ്പൊ എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ അനഘ ഇവിടുന്ന് ഡിസ്ചാർജ് ആകും. അതിനു മുമ്പ് ഇനി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞങ്ങളത് ഉറപ്പ് തരാന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ അനഘയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഡോക്ടർ ബാക്കി നഴ്സുമാരോട് പറഞ്ഞു, കണ്ടല്ലോ അവള് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അവൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല. അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ആദർശ് അനഘയുടെ അടുത്തേക്ക് വന്നു. അനഘയോട് പറഞ്ഞു, കൃത്യസമയത്ത് ഞാൻ വന്നുകൊണ്ട് അനഘയുടെ ജീവൻ രക്ഷപ്പെട്ടു. അല്ല അങ്ങനെ പെട്ടെന്ന് അനഘയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ചന്തുമോൾ അനഘയ്ക്ക് വേണ്ടിയിട്ടല്ലേ കാത്തിരിക്കണേന്ന് ചോദിച്ചു. അനഘയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അപ്പോഴേക്കും ഓമന ചേച്ചി പറഞ്ഞു, എന്നാലും മോളെ നിനക്ക് മാത്രം എന്താ ഇങ്ങനെ?
അതെ ചേച്ചി പേടിക്കൊന്നും വേണ്ട, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇതിന്റെ പിന്നിൽ ആരാ എന്താന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാലോ. അതുകൊണ്ട് ഇനി കുറച്ചുകൂടി ഒന്ന് സൂക്ഷിക്കണം അനഘാനീയം. എപ്പോഴേത് നിമിഷം വേണേലും ക്രിമിനലുകൾ ഇങ്ങോട്ടേക്ക് വരാം. പിന്നെ ഇനിയിപ്പോ ഹോസ്പിറ്റലിലേക്ക് വന്ന് അവരൊന്നും ചെയ്യാനായിട്ട് സാധ്യത കുറവാണ്. കൃത്യസമയത്ത് ഞാൻ എത്തി. ആ ഫോൺ കോൾസും കാര്യങ്ങളൊക്കെ ഞാൻ ചോർത്തിയതുകൊണ്ടാണ് ആ നേഴ്സിന്റെ കള്ളത്തരം കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്. സേവ്യറിന്റെ കയ്യിൽ ഞാൻ നേഴ്സുമാരുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ക്രിമിനല് ഈ പറയുന്ന നേഴ്സിന്റെ ഫോണിലേക്ക് കുറെ തവണ വിളിച്ചായിട്ട് കണ്ടു. അപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലായി, അവരാണ് ഇതിന്റെ പിന്നിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് കണ്ടെത്തിയത്. പിന്നീട് ചന്തുമോളെ കോരിയെടുത്തിട്ട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അതെ മോളുടെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല അച്ഛാന്ന് പറഞ്ഞോണ്ട് ചന്തുമോള് കെട്ടിപ്പിടിക്കുകയാണ്. അതെ മോളുടെ അച്ഛനും നയനാമ്മയൊക്കെ ഉള്ളപ്പോ മോളുടെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കോ, മോൾ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ആദർശ് അങ്ങോട്ട് പോന്നേ. അപ്പോഴേക്കും ഓമന ചേച്ചി പറഞ്ഞു, എന്നാലും എന്റെ മോളെ ഇതൊക്കെ എന്താ, മോളുടെ ജീവന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന ആ ദുഷ്ടൻ അവൻ തന്നെയായിരിക്കും ഇതിന്റെ പിന്നില്. അനഘയുടെ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കാനും തന്നെ ഇല്ലാതാക്കാനായിട്ടും അവൻ ശ്രമിക്കുമായിരിക്കും. അവനാണ് എല്ലാത്തിനും പിന്നിൽ നിന്നൊരു ചിന്തയായിരുന്നു അനഘയുടെ മനസ്സിൽ. കുറച്ച് കഴിഞ്ഞപ്പോ നയനയുടെ അടുത്തേക്ക് ദേവേന ചെന്നു. അങ്ങനെ അവര് നവ്യയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നയന പറഞ്ഞു, എനിക്ക് നവ്യേച്ചി നല്ല സംശയമുണ്ടെന്ന് പറഞ്ഞു. എന്ത് ഇനിയിപ്പൊ നവ്യേച്ചി എങ്ങാനും ആണോ സഹായിക്കണെന്ന്? അവൾ അങ്ങനെ സഹായിക്കാൻ വഴിയുണ്ടോ? എനിക്ക് തോന്നി ഇനിയിപ്പൊ നവ്യേച്ചി അബിയുടെ കള്ളത്തരങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിന് നവ്യയുടെ ഫോണിൽ നല്ല ആദർശിന് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഏതോ നമ്പറിൽ നിന്നല്ലേ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇനിയിപ്പൊ വേറെ ആരുടെയെങ്കിലും സഹായം കൊണ്ട് നവ്യേച്ചി സഹായിക്കുന്നതാണെങ്കിലോ അതും പറയാൻ പറ്റില്ല. അപ്പോഴേക്ക് ദേവേന് പറഞ്ഞു, എന്നാലും അങ്ങനെ സഹായിക്കോ? എനിക്ക് തോന്നില്ല. അത് കേട്ടപ്പോ നയന പറഞ്ഞു, നമുക്ക് നോക്കാം, എന്താണ് കുറച്ചുകൂടെ കാത്തിരിക്കാം. കൃത്യസമയത്ത് തന്നെ വരുന്ന വിവരങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് അനഘയെ രക്ഷിക്കാനായിട്ട് പറ്റിയല്ലോ, അതന്നെ വലിയൊരു ഭാഗ്യമായിട്ടാ കരുതുന്നേ. അല്ലായിരുന്നെങ്കിലോ അനഘയുടെ ജീവൻ ആപത്തല്ലായിരുന്നോ? ഇതിനു മുമ്പ് ഇതുപോലത്തെ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനുമാണ് പല ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ആദർശന് പറ്റിയത്. ഇപ്പോഴും അതുപോലൊക്കെ തന്നെയാ. എന്താണെങ്കിലും നവ്യേച്ചിക്ക് കുറച്ച് നാളുകളായിട്ട് നല്ല മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതുപോലൊന്നും ആയിരുന്നില്ല നവ്യേച്ചി. അതെന്താ ഏതാന്ന് അറിയത്തില്ല. അധികം വൈകാതെ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ദേവേന് പറഞ്ഞു, അത് ശരിയാ മോളെ, എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തണം. ഇനി ഒരുപക്ഷെ നവ്യാണോ ഇതിന്റെ പിന്നില് എന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ആദർശ് സേവ്യറിനെ കാണാനായിട്ട് വന്നു. അങ്ങനെ സേവ്യറിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് സേവ്യർ പറഞ്ഞു, അതെ ആദർശ് സാർ എനിക്ക് നവ്യയുടെ ഫോണിലേക്ക് നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്ന ഒരാളുടെ നമ്പർ വന്നിട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ഉണ്ട്, അവരുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടോ? അങ്ങനെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവരിപ്പോ എവിടെയുണ്ട് അങ്ങനെയുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. നവ്യ നിരന്തരം അവരുമായിട്ടാ കോണ്ടാക്ട് ചെയ്യുന്നത്. രാത്രി 1 മണിക്കൊക്കെ ഫോൺ വിളിച്ചിട്ടുണ്ട്. നവ്യക്ക് വേറെ ആരുമായിട്ട് അങ്ങനെ അധികം കണക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ശരി, എങ്കിൽ ഞാൻ അവിടെ വരെ ഒന്ന് പോയി നോക്കാം. ഇപ്പൊ അവർ ആ ലൊക്കേഷൻ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആദർശ് എന്ത് ചെയ്തു, ആ ലൊക്കേഷൻ കണക്കാക്കി അവിടേക്ക് പോവാണ്. ആ സമയത്ത് നവ്യ അവിടെ ഉണ്ടായിരുന്നു. നവ്യ തന്റെ കൂട്ടുകാരിയായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുവാണ്. അപ്പോഴാണ് ആദർശിന്റെ കാർ അങ്ങോട്ട് ചെല്ലുന്നത്. ആദർശന് കാറിലിരുന്ന് നോക്കുമ്പോഴത്തേനും വേറൊരു കാർ അവിടെ കിടക്കുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടി, പരിചയമില്ലാത്തൊരു പെൺകുട്ടി എന്ന് കേറുന്നു. അപ്പോഴേക്കും നവ്യയും പിന്നാലെ എന്ന് കേറുന്നു. അപ്പൊ ഇതായിരിക്കും നവ്യയുടെ കൂട്ട്. അപ്പൊ ഇവളായിരിക്കും ആ കക്ഷി. അപ്പൊ നവ്യേനെയും കാണാനായിട്ട് പറ്റി എന്നൊരു ചിന്തയൊക്കെ ആദർശിന്റെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട്. ആദർശിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ മനസ്സിലായി. കുറച്ച് കഴിഞ്ഞ് ആദർശ് വീട്ടിലേക്ക് വന്ന് നയനയോട് ഈ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോഴേക്കും നയന പറഞ്ഞു, അപ്പൊ നമിതയാണ് അജ്ഞാത മെസ്സേജുകളൊക്കെ ആദർശാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്, അതും ചേച്ചിയുടെ സഹായത്തോട് കൂടിയിട്ട്. അല്ല, അവള് എന്തിനായിരിക്കും ഇങ്ങനൊരു കാര്യം ചെയ്യുന്നത്? അത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ സഹായിക്കാൻ വേണ്ടി നവ്യ ഇങ്ങനെയൊക്കെ ചെയ്യോ? അവൾക്ക് ചിലപ്പോ എന്തെങ്കിലും ഗൂഢതന്ത്രങ്ങൾ കാണും, നമ്മളെ സഹായിക്കാനെന്ന വ്യാജന എന്നിട്ടെ. അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല ആദർശേട്ടാ. ആദർശേട്ടനൊരു കാര്യം അറിയാവോ, എനിക്കന്ന് ആ പ്രൈസ് കിട്ടുന്ന കോമ്പറ്റീഷൻ വിന്നറായി പ്രൈസ് കിട്ടുന്ന സമയത്ത് ഈ പറയുന്ന ഡേവിഡിന്റെ അബിയുടെ ഒക്കെ മുഖം വല്ലാതെയായിരുന്നു. പക്ഷെങ്കില് നവ്യേച്ചിയുടെ മുഖത്ത് ഞാനൊരു സന്തോഷം കണ്ടിട്ടുണ്ടായിരുന്നു. പല സമയങ്ങളിലും അബിക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ചേച്ചി ഭയങ്കര ഹാപ്പി ആയിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അത് ശരിയാ, എനിക്കിപ്പോഴും അങ്ങനെയൊക്കെ ചില സംശയങ്ങൾ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചിലപ്പം നവ്യായിരിക്കും ഇതിന്റെ പിന്നില്. അല്ല, അവൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ? അതാ ആദർശേട്ടാ എനിക്കറിയില്ലാതെ. അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ നവ്യേച്ചിയെ ഇപ്പം അത്ര വലിയ താല്പര്യമൊന്നുമില്ല. നവ്യേച്ചിയുടെ സ്വഭാവം തന്നെയാ കാരണം. നവ്യേച്ചിയാണെങ്കിൽ അവരെ കണ്ടു കഴിയുമ്പത്തിനും കുറെ ചീത്ത വാക്കുകളൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ അതൊക്കെ എന്തിനാന്ന് എനിക്ക് മനസ്സിലാത്തെ. സാരമില്ല, തെളിവ് അത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതിനെ. നവ്യയുടെ നമിതയുടെ മെസ്സേജും കാര്യങ്ങളും എല്ലാം ചോർത്തുകയും ചെയ്യും സേവ്യർ.
അങ്ങനെയാണെങ്കിൽ തെളിവ് സഹിതം വെച്ച് നമുക്ക് നവ്യയെ പിടികൂടാം. അപ്പോഴേക്കും നയന പറഞ്ഞു, ഒരുപക്ഷെ ആദർശേട്ടാ, നവ്യേച്ചി ഇങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അബിയുടെ ജ്വല്ലറിയുടെയും പതനമായിരിക്കും. ആ സമയത്ത് നമ്മളിത് ആരോടും പറയാനായിട്ട് പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, പിന്നെ നവ്യേച്ചിക്ക് പ്രശ്നമാവും. അതോടൊപ്പം തന്നെ അവന്തിയെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും എനിക്കില്ല. അതുകൊണ്ട് അവന്തിയോടും ആരോടും പറയേണ്ട കാര്യമില്ല. അവന്തിയുടെ പോക്ക് ശരിയല്ലെന്ന് അനി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ആദർശ് പറഞ്ഞു, നമുക്ക് നോക്കാം. എന്താന്ന് വെച്ചാൽ നവ്യയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. അതിനുശേഷം നമുക്കൊരു തീരുമാനം എടുക്കാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ നാഗേന്ദ്രനും അഭിയും കൂടെ കണ്ടുമുട്ടുന്ന സമയത്ത് നാഗേന്ദ്രൻ പറഞ്ഞു, അഭി, നമ്മുടെ കാര്യങ്ങളൊക്കെ ചോർത്തുന്ന ആരോ ഒരാളുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അഭി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ. അനഘ ഇനി സംസാരിച്ചും കൂടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലായി, നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇല്ലാതാക്കാനായിട്ട് വരെ ശ്രമിച്ചത്. പക്ഷെ ഉണ്ടല്ലോ, നിനക്കറിയാലോ, ഈ പറയുന്ന നവ്യക്ക് സത്യങ്ങളൊന്നും അറിയത്തില്ല. നവ്യ ഡേവിഡിന്റെ അടുത്താണ് DNA ടെസ്റ്റിന് കൊണ്ട് കൊടുത്തത്. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അതേസമയം ഈ കള്ളത്തരങ്ങളൊക്കെ പൊളിയാനായിട്ട് ഇനി ഒരു നിമിഷം മതി. അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അഭി പറഞ്ഞു, അതെ, ഇപ്പൊ നവ്യക്കൊന്നും അറിയില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ചന്തുമോൾ എന്റെ കുട്ടിയാന്നറിഞ്ഞാല് അഭി, വേറൊരു കാര്യമുണ്ട്. ചന്തുമോള് നിന്റെ കുട്ടിയാണ്. അതുകൊണ്ടാണ് അവളെ ഞാൻ ഒന്നും ചെയ്യാൻ തുനിയാത്തെ. നിന്റെ ചോരയല്ലേ. നിന്റെ അമ്മയും ഞാൻ തമ്മിൽ ബന്ധം വേറെ പിരിഞ്ഞാലും ഇതുവരെ ഞാനൊരു പെണ്ണിന്റെ പിന്നാലെ പോയിട്ടില്ല. പക്ഷെ നിന്റെ സ്വഭാവം അങ്ങനെയല്ല. എനിക്ക് നിന്റെ ഈ സ്വഭാവത്തോട് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. നീ ചന്തുമോളെ സ്നേഹിക്കുന്നു പോലുമില്ല. അത് പിന്നെ അച്ഛാ, ഇതിനിടയ്ക്ക് ഞാൻ എങ്ങനെ അവളെ സ്നേഹിക്കുന്നത്? നവ്യക്ക് സംശയം തോന്നത്തില്ലേ? വേണ്ട, ഇനി നീ കൂടുതൽ നടന്ന് ഉരുണ്ട് കളിക്കണ്ട. നിന്റെ മോളാണല്ലോ അവള്. വേണമെങ്കിൽ നിനക്ക് സ്നേഹിക്കാവുന്നുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി നവ്യ എങ്ങാനും സത്യങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല. അച്ഛാ, എങ്ങനെയെങ്കിലും അവളെ ഒന്ന് തീർത്ത് തരണം അനഘയെ. അല്ലെങ്കിൽ എന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. ഞാൻ ആകെപ്പാടെ പെട്ടിരിക്കുവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നാഗേന്ദ്രൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നയനയുടെ അടുത്തേക്ക് ജലജ വരുവാണ്. ജലജ വന്നിട്ട് പറഞ്ഞു, എടി, നിന്റെ അനുജത്തി ഉണ്ടല്ലോ, അവൾ ഈ വീട്ടിലേക്ക് കയറി വരാനായിട്ട് ഒരുങ്ങുക. അനിയുടെ ഡിവോഴ്സ് കഴിഞ്ഞല്ലോ, ഇനിയിപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായല്ലോ. അപ്പച്ചി, വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യമാണോടി? ഡിവോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്തികയും അനിയും തമ്മിലുള്ള വിവാഹം നടക്കൂന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യസമയത്ത് അവൻ കാല് വരി. എല്ലാത്തിനും കാരണം നിന്റെ അനുജത്തിയാ. അതെങ്ങനെയാ? നിന്റെ അച്ഛനും അമ്മയും കാത്തിരിക്കുവല്ലേ കോടീശന്റെ വീട്ടിലേക്ക് മോളെ കെട്ടിച്ചയക്കാനായിട്ട്. അപ്പച്ചി, എന്റെ അച്ഛനും അമ്മയൊക്കെ അതിനെതിരാ. വെറുതെ അപ്പച്ചി എന്റെ ഇടയിലേക്ക് കയറണ്ട. ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് നന്ദുവിനെ വിവാഹം കഴിക്കാനാ താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഓ, അപ്പൊ നീ അവരെ രണ്ടുപേരെ ഒന്നിപ്പിക്കാനായിരിക്കും ശ്രമിക്കുന്നല്ലേന്ന് ചോദിച്ചു. അതെ, അനിയുടെ നന്ദുവിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് നടത്തി കൊടുക്കാൻ ഞാൻ അവരോടൊപ്പം നിൽക്കും. മുമ്പത്തെ പോലെ ഒന്നും ആയിരിക്കില്ല ഇനി ഞാൻ. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ ഇനി അങ്ങനെയല്ല. അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവർ രണ്ടുപേരും തമ്മിലാ ഒന്നിക്കണ്ടേന്ന് പറഞ്ഞു. ഇടിവെട്ടേറ്റ പോലെ നിൽക്കുവാണ് ജലജ. അതിന്റെ കഥകളൊക്കെയാ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട്ട് നിർത്തുന്നു.